ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തുകൊണ്ടായിരിക്കും എൽ ജി എന്നൊരു ബ്രാൻഡ് പ്രീമിയം ഇലക്ട്രോണിക് ഡിവൈസസ് എന്നൊരു ടാഗ്ലൈനിന് പകരം ലൈഫ്സ് ഗുഡ് എന്നുള്ള ടാഗ്ലൈൻ ചൂസ് ചെയ്യാൻ കാരണം? ഈ ചോദ്യം നമ്മൾ എത്തിക്കുന്നത് ബ്രാൻഡിങ്ങിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ്. അതാണ് ബ്രാൻഡ് ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾക്കറിയാം, ഓരോ ബ്രാൻഡുകളും നമ്മളുടെ ലൈഫിലെ ഓരോ ഇമോഷൻസിന്റെ മുകളിലാണ് ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ബ്രാൻഡ് ആ ബ്രാൻഡിന്റെ ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 സ്റ്റേജസിലൂടെ നമുക്ക് ഈ ടോപ്പിക്കിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവര് ആദ്യം ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റിന്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇമോഷൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് തുടങ്ങാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിന് ശേഷം അത് ബ്രാൻഡാക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലും ആയിരിക്കാം. അവരുടെ പ്രൊഡക്റ്റ് അവരുടെ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ ഫങ്ഷണലി കൊടുക്കുന്ന ബെനിഫിറ്റിന്റെ അപ്പുറത്തേക്ക് ഇമോഷണലി എന്ത് ബെനിഫിറ്റ് ആണ് അവർ സെർവ് ചെയ്യണത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡീപ്പ് അനാലിസിസ്, അതിന്റെ ഡീപ്പ് സ്റ്റഡിയാണ് ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമോഷണൽ കണക്ഷന്റെ മുകളിൽ ഒരു ഫിലോസഫി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ബ്രാൻഡിനും അതിന്റെ ഇമോഷണൽ കണക്ഷൻസ് ആദ്യം കണ്ടെത്തും, അതിനുശേഷം ഒരു ഫിലോസഫി അതിന്റെ മുകളിൽ ബിൽഡ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആപ്പിളിന്റെ കേസിലൊക്കെ അറിയാം, ആപ്പിള് തിങ്ക് ഡിഫറെന്റ് എന്നുള്ള ഒരു ഫിലോസഫിയാണ് അവർ കൊണ്ടുവന്നത്. കാരണം ഓരോ ബ്രാൻഡിനും ഇത്തരത്തിലുള്ള ഒരു ഫിലോസഫി, അത് ടാഗ് ലൈന് ഒക്കെ അത് ബേസ് ചെയ്തിട്ട് അവര് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നുള്ളതാണ് ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിൽഡിങ് എ സ്ട്രോങ് ഫിലോസഫി. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രൊഡക്റ്റിന്റെ അപ്പുറത്തേക്ക് കസ്റ്റമർ എക്സ്പീരിയൻസിലേക്ക് ഫോക്കസ് ചെയ്യും. ഇപ്പൊ നോർമലി ഒരു ബിസിനസ് ആവുന്ന സമയത്ത് പ്രൊഡക്റ്റിൽ കുറെ ഫോക്കസ് ചെയ്യും, പ്രൊഡക്റ്റിൽ ഒബ്വിയസ്ലി ഫോക്കസ് ചെയ്യണം. പക്ഷെ ആസ് എ ബ്രാൻഡ് അവര് കൂടുതലും ഫോക്കസ് ചെയ്യുക പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്യും. അതിലൂടെ തന്നെ അത് ഏത് ബേസ് ചെയ്തിട്ടാണ് വെച്ചാൽ അത് എങ്ങനെ കസ്റ്റമറിന്റെ എക്സ്പീരിയൻസിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്നതിലേക്കായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക. കൂടുതൽ ഫോക്കസ് കസ്റ്റമർ എക്സ്പീരിയൻസിലേക്ക് കൊടുക്കും. നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത ഒരു കണക്ഷന്റെ മുകളിൽ അവര് മാർക്കറ്റിംഗും ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസുകളൊക്കെ റൺ ചെയ്യും. അതേപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കാം, ഒരു ബിസിനസ്സാണ്, ഒരു ബ്രാൻഡ് അല്ല, ഒരു ബിസിനസ്സാണ്. അവര് അവരുടെ ടാഗ് ലൈനും അവരുടെ മാർക്കറ്റിംഗും ഒക്കെ അവരുടെ പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബ്രാൻഡ് അറിയപ്പെടുക ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവര് ആ പ്രൊഡക്റ്റിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് ഒരു ഇമോഷനായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ ഇമോഷൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏത് പ്രൊഡക്റ്റും ഈസിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സക്സസ് ആക്കാനും പറ്റും. ആപ്പിളിന്റെ കേസിൽ എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് പുതിയത് ഇറക്കിയത്? ആപ്പിൾ വാച്ച് ഇറക്കി, എയർ ടാഗുകൾ ഇറക്കി, അതേപോലെ തന്നെ ഒരുപാട് ആപ്പിൾ പ്രൊഡക്ട്സ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിഷൻ പ്രോ ഇറക്കുന്നു. അങ്ങനെ എന്ത് പ്രൊഡക്റ്റും ആ ഒരു ഇമോഷനുമായി അസോസിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഇറക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇറക്കാൻ പറ്റുന്ന മാത്രമല്ല അത് ഈസിലി സക്സസ്ഫുൾ ആക്കാൻ പറ്റും. ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന് പ്രീ ബുക്കിംഗ് കിട്ടുന്ന ലെവലിലേക്ക് അവർക്ക് ഒരു ഒരു ഗ്രോത്ത്, ഒരു ബിസിനസ് ഗ്രോത്ത് അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയും കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വെദർ നമ്മൾക്ക് അതിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, അതൊരു ബ്രാൻഡാക്കി മാറ്റണം, പല ലെവലിലേക്ക് ആ ബിസിനസിനെ കൊണ്ടുപോയിട്ട് അത് ഫ്യൂച്ചറിൽ ഒരു ബ്രാൻഡായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും നമ്മുടെ കേസിൽ ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യണം.